നെക്സ്റ്റ് വരുന്നതാണ് അനലറ്റിക് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി അനലറ്റിക് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് if its derivative f dash of z naught exists not only at z naught but at every point z in some neighborhood of z naught. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് അനലറ്റിക് ആണെന്ന് പറയുക? എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അനലറ്റിക് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് എന്ന പോയിന്റിൽ അനലറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ആ സെഡ് നോട്ടിൽ അതിൻ്റെ ഡെറിവേറ്റീവിലെ അതായത് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. നോട്ട് ഓൺലി അറ്റ് സെഡ് നോട്ടിൽ മാത്രമല്ല ബട്ട് അറ്റ് എവറി പോയിന്റ് സെഡ് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ടിനെ ഇപ്പോൾ നമ്മൾ സെഡ് നോട്ട് സെൻറ്ററായി കൊണ്ട് ഒരു നൈബർഹുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡ്സിലെ എല്ലാ പോയിന്റിലും നമുക്ക് എന്ത് കിട്ടണം? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് അത് എക്സിസ്റ്റ് ചെയ്യണം, അല്ലെ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, നമ്മൾ അനലറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് അനലറ്റിക് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താവണം? ഇഫ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് നോട്ട് ഓൺലി അറ്റ് സെഡ് നോട്ടിൽ മാത്രമല്ല സെഡ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ നൈബർഹുഡിലെ എല്ലാ പോയിന്റ്സിലും നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എഫ് ഓഫ് സെറ്റ് എന്നുള്ള കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? അനലറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈസ് സെഡ് ടു ബി അനലറ്റിക് ഇൻ എ ഡൊമൈൻ. ഇവിടെ നമ്മളൊരു പോയിന്റിലാണ് പറഞ്ഞത് അല്ലേ, എഫ് ഓഫ് സെറ്റ് എന്നുള്ളത് പോയിന്റിലാണ് പറഞ്ഞത്. ദെൻ ഇവിടെ അനലറ്റിക് ഇൻ എ ഡൊമൈൻ ഡി എന്ന് പറയുകയാണെങ്കിൽ ഇഫ് എഫ് ഓഫ് സെറ്റ് ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ഡി. ഇവിടെ ഈ ഡി എന്നുള്ള ആ ഒരു ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും അനലറ്റിക് ആവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ? അനലറ്റിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ എൻറ്റയർ ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ ഈസ് കോൾഡ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. അല്ലേ, ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണ് എവിടെ? അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ എൻറ്റയർ ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ആ ഫംഗ്ഷൻ അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കും? എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അനലറ്റിക് ഫംഗ്ഷൻ ക്ലിയർ ആയില്ലേ? അനലറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ അനലറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡിൽ എല്ലാത്തിലും ഇതിനെന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ അനലറ്റിക് ആണെന്ന് പറയാം. അതുപോലെ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് എന്നുള്ളത് അനലറ്റിക് ആണ് ഇനി ഡൊമൈൻ ഡി എന്ന് പറഞ്ഞാൽ ആ എഫ് ഓഫ് സെറ്റിലെ ആ ഡൊമൈൻ്റെ അകത്ത് എല്ലാ പോയിന്റ്സിലും അനലറ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻസ്? A pair of equations which the first order partial derivative of the component functions u and v of a function f of z is equal to f of xy that is equal to u of xy plus I into v of xy must satisfy at a point z naught equal to x naught y naught when the derivative of f exists there. അപ്പോൾ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പെയർ ഓഫ് ഇക്വേഷൻ ആണ് അല്ലേ. എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ, അതായത് ആ എഫ് ഓഫ് സെഡിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള യുവിനും വിക്കും എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക. എവിടെ? സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ. എപ്പോൾ? വെൻ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സിസ്റ്റ് ദർ അല്ലേ. എഫിൻ്റെ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിലും ആ പോയിന്റിൽ തന്നെ എന്ത് എക്സിസ്റ്റ് ചെയ്യുക? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് ആ കമ്പോണൻറ്റ് ഫംഗ്ഷൻ യു അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് യു എക്സ് എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം അല്ലേ. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്ത് വരും? ഡോ വി ബൈ ഡോ വൈ എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും ഈക്വൽ ആവും. അതിൻ്റെ നെഗറ്റീവിനോടാണ് കേട്ടോ ഈക്വൽ ആവുന്നത്. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് ക്ലിയർ ആയില്ലേ? പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ, ഇതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ. ഇതാണ് പെയർ ഓഫ് ഇക്വേഷൻസ് വരുന്നത് അല്ലേ. അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഷി റീമാൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു തിയറാണ്. ഈ തിയറം നമുക്ക് തരുന്നത് കോഷി റീമാൻ ഇക്വേഷനും അതുപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റി, കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ കോഷി റീമാൻ ഇക്വേഷൻ ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻ. ആക്ച്വലി ദ തിയറം ഗിവ്സ് the necessary and sufficient condition for a complex function to be differentiable at a point. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് തിയറം പറയുന്നത് നെസസറി കണ്ടീഷൻ ആണ്.
അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്കത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എന്താണ് തിയറം പറയുന്നത്? സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആൻഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് equal to x naught plus I y naught, then the first order partial derivatives of u and v must exist at x naught y naught and they must satisfy the Cauchy-Riemann equation. CR equations എന്നും കൂടെ അതിനെ പറയട്ടോ. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. യു എക്സിനെ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതാം. And f dash of z naught can be written as f dash of z naught is equal to ux plus I vx, that is equal to dou u by dou x plus I dou v by dou y, where the partial derivatives are to be evaluated at x naught y naught. അതായത് എഫ് ഓഫ് സെഡ് എന്നുള്ള കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാണ് അല്ലേ, എവിടെ സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ യുക്കും വിക്കും എന്തുണ്ടായിരിക്കും? അത് എന്തായാലും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ. തിയർ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? ഫംഗ്ഷന് ഒരു ഡെറിവേറ്റീവ് അല്ലേ സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഏതോ പോയിന്റിലായിക്കോട്ടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ കോഷി റീമാൻ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ആൻഡ് നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടും കൂടെ ആ പോയിന്റ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിലുള്ള എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് അത് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. അപ്പോൾ നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് എന്തുണ്ട്? given f of z is equal to u of xy plus I into v of xy is defined and differentiable. Is differentiable at z naught അല്ലേ. ഡിഫറൻഷ്യബിൾ ആവുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ലിമിറ്റ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിൻ്റെ കണ്ടീഷൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f of z naught plus delta z minus f of z naught divided by delta z. Does it exist? And it is equal to ഇതെന്തിനോടാണ് ഈക്വൽ ആവുക? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് അല്ലേ. ഇതാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയുന്നത്. ദെൻ നമുക്ക് എന്തെടുക്കാം? നമുക്കറിയാം സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ സെഡിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് എഴുതാം അല്ലേ. ദെൻ നമ്മൾ ഈ ഒരു ടേം ആയിരുന്നു ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് അതിനെന്ത് ചെയ്യായിരുന്നു നമ്മൾ? ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് നോക്കി. നമുക്ക് ഈ ഒരു ടേം നോക്കാം. അതായത് എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്തായിരിക്കും? യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ, കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ അല്ലേ, പ്ലസ് ഐ ഇൻറ്റു ഇത്രയും ടേമാണ് ഇത് വരുന്നത് അല്ലേ. എക്സ് വൈ എന്നുള്ളിടത്ത് അത് കൊടുത്തു. എക്സിൻ്റെ പ്ലേസിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വരും, കാരണം ഇത് ഇങ്ങനെയാണ് വരുന്നത്. വൈൻ്റെ പ്ലേസിൽ എന്ത് വരും? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു ബാക്കി ഇത് എഴുതണം അല്ലേ, ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ്. ഇപ്പോൾ ഇത്രയും ടേമാണ് ആയത് കേട്ടോ. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ഒരു എഫ് ഓഫ് സെറ്റും കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം മൈനസ് എഫ് ഓഫ് സെറ്റ്. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് സെഡ് നോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിവിടെ വരും? യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വരും അല്ലേ. യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എന്തുണ്ടായിരിക്കും? ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ഈ മൈനസ് ഇവിടെ കോമൺ ആണ്, അപ്പോൾ നമുക്കതിന് ബ്രാക്കറ്റ് കൊടുക്കാം. അപ്പോൾ എന്തൊരു പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇത്ര എഴുതിയതാണ്. പിന്നെ എന്തുണ്ട് ഇവിടെ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് എഴുതാം. ഡെൽറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നാണ്. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ ഐ ഉള്ള ടേമും ഇല്ലാത്ത ടേമും ഉണ്ട് അല്ലേ. അതിനെ നമുക്ക് ഒരുമിച്ചാതാം. അതായത് യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടേമിനെ ഒരുമിച്ചും മറ്റതിനെ സെപ്പറേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് വരും? യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും ടേമാണ്. ഇതിൽ നിന്നൊരു മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഉണ്ടാവും. ബാക്കി എന്തുണ്ടായിരിക്കും? പ്ലസ്
പ്ലസ് ഐ ഇൻറ്റു ഞാൻ ഈ അതായത് ഡിവിഷനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ പ്ലസ് ഇവിടെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ഇവിടെ എഴുതി. പ്ലസ് ഐ ഇൻറ്റു ബാക്കി ടേം എന്താ വരിക? വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ഇവിടെ എന്തുണ്ടായിരിക്കും? വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഉണ്ട് അല്ലേ? വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഐ ഉള്ള ടേമും ഐ ഇല്ലാത്ത ടേമും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ടേം എഴുതി. ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് അല്ലേ മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് ഈക്വൽ ടു, ഇതാണ് ഈ ടേമാണ്. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തു അല്ലേ? ഇനി ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് കൊടുക്കുന്ന വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനോട് ഈക്വലാണ്? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിനോട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിനോട് ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആണെന്നല്ലേ? ഇതുവരെ നമ്മൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് എങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്തിരുന്നത്? 2 ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്ന് കാണിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ ഡിഫറൻഷ്യബിൾ ആണ് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിയൽ ആക്സിസിലൂടെയുള്ള ഒരു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ ഇമാജിനറി ആക്സിസിലൂടെയുള്ള ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിയൽ ആക്സിസിലൂടെ ലിമിറ്റ് എങ്ങനെ വരുന്നു നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നുള്ളതിൽ ആദ്യം റിയൽ ആക്സിസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് വരും? എലോങ് റിയൽ ആക്സിസ് നമുക്ക് എലോങ് റിയൽ ആക്സിസിൽ നമുക്കറിയാം ഡെൽറ്റ വൈ എന്താണ്? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതാണ് വരിക അല്ലേ? ഇത്രയും ടേം എങ്ങനെ എഴുതാം? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഇത്രയും ടേം എഴുതണം. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് വരും അല്ലേ? അപ്പോൾ ഇത്രയും ടേമിൽ നമുക്കറിയാം ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡെൽറ്റ വൈ 0 എന്നുകൊണ്ട് ഈ ടേം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? 0 ആയിപ്പോകും വരും അല്ലേ? അതുപോലെ തന്നെ ഇവിടെയോ? ഇവിടെ ഈ മുകളിലുള്ള ടേമിൽ ഈ ഡെൽറ്റ വൈയും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ബാക്കി എന്തുണ്ടായിരിക്കും? ഇവിടെ ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും അല്ലേ? വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും. ഇതെന്തായിരിക്കും? ഇവിടെയും ഡെൽറ്റ വൈ എന്തായി പോകും? 0 ആയി പോകും അല്ലേ? അപ്പോൾ അവിടെ വൈ നോട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മൈനസ് അതുപോലെ എന്ത് വരും? വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ? എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ടായിരിക്കും? ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ടേം ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 ഈ റിയൽ പാർട്ടിനും അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 u of x naught plus delta x y naught minus u of x naught y naught divided by delta x plus I into limit delta x tends to 0 v of x naught plus delta x y naught minus v of x naught y naught divided by delta x വരും അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത്? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ആണ് അല്ലേ? അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ 2 ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അതെന്തായിരിക്കും? അതും ഫൈനൈറ്റ് ആയിരിക്കും. ഇതെന്താണ് നോക്കൂ നിങ്ങൾ? യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് ആൻഡ് മൈനസ് യു ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതെന്താണ് ശരിക്ക്? ഡോ യു ബൈ ഡോ എക്സ് അല്ലേ? അല്ലേ? ഫസ്റ്റ് ആ കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ലേ ഇത്? അതായത് ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഡോ യു ബൈ ഡോ എക്സിനോട് ഈക്വൽ ആണ് അല്ലേ? പ്ലസ് ഐ ഇൻറ്റു ഇതെന്തിനോട് ഈക്വൽ ആണ് നോക്കൂ? ഡോ വി ബൈ ഡോ എക്സ് അല്ലേ? അറ്റ് എവിടെയാണ് പോയിന്റ്? എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ? ആ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള ആ പോയിന്റിൽ വരുന്ന യു എന്നുള്ള കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഇത്. അതുപോലെ തന്നെ വിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയതെന്ന് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്തെഴുതാം? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് അല്ലേ? ഇത് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ആയിരുന്നു നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടി? ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ?
അതായത് ഇതിന് നമുക്ക് എന്തെഴുതാം യു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്താണെന്ന് കിട്ടി, ഇങ്ങനെ ഒരു ടേം കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നമുക്കിപ്പോൾ റിയൽ ആക്സിസിലൂടെ പോയപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, അലോങ് ദി ഇമാജിനറി ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇമാജിനറി ആക്സിസിൽ നമുക്കറിയാം എന്താണ്, ഇമാജിനറി ആക്സിസിൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ, ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നുള്ളത് എന്താവും, ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. നമുക്ക് എന്താ കിട്ടിയിരുന്നത്, ഇതായിരുന്നു അല്ലേ, ഇത്രയും ടേം ആയിരുന്നു. ഇത് നമ്മൾ ലിമിറ്റ് കൊടുത്തതിന് ശേഷം ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു ടേമിൽ നമുക്ക് എന്താണ്, ഡെൽറ്റ എക്സിൻ്റെ പ്ലേസിൽ എന്തായി പോകും, 0 ആയി പോകും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഒക്കെ 0 ആയി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, യു ഓഫ് ലിമിറ്റ് വേണം അല്ലേ, ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് എന്നുണ്ടാവും, കാരണം അവിടെ ഡെൽറ്റ എക്സ് 0 ആയി പോകും. ദെൻ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് നമുക്ക് എന്ത് വരും, യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് 0 ആയി പോകും അല്ലേ. അപ്പോൾ ഐ ഡെൽറ്റ വൈ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ പ്ലസ് അടുത്ത ടേം ഉണ്ടായിരിക്കും, പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളടത്ത് അത് പോകും അല്ലേ. അതുപോലെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എന്നുണ്ടായിരിക്കും ഡെൽറ്റ വൈ എന്നുള്ളത് ഉണ്ടായിരിക്കും അല്ലേ, ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്നുണ്ടാവും. അപ്പോൾ അത്രയും ടേമാണ് ഇതിലുണ്ടാവുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേം ആദ്യം എഴുതാം, അതായത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഉണ്ടായിരിക്കും. ഓക്കെ, മൈനസ് ഇനി അടുത്ത ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരിക, മൈനസ് ഐ എന്ന് വരും അല്ലേ, കാരണം ഇവിടെയാണ് ഐ ഉള്ളത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്തൊരു മൈനസ് ഐ എന്ന് വരും അല്ലേ. ബാക്കി എന്തുണ്ടാവും, യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്നുണ്ടാവും. ഇവിടെ ഈ ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് ലിമിറ്റ് കൊടുക്കുക പറഞ്ഞാൽ എന്താണ്, ഈ ഒരു വി എന്നുള്ള കമ്പോണൻറ്റ് ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇതെന്താ വരുന്നത്, മൈനസ് ഐ ഇൻറ്റു ഈ ടേം എന്താണ്, ഡോ യു ബൈ ഡോ വൈ എന്നാണ് അല്ലേ, അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, ദെർഫോർ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് അല്ലേ, അതായത് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി വൈ അല്ലേ, വി വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഐ ഇൻറ്റു യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന് ഇങ്ങനെ ഒരു ഇക്വേഷനും കിട്ടി. അപ്പോൾ ഓൾറെഡി നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന് നമ്മളൊരു ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലേ. എന്തായിരുന്നു അത്, ഈക്വൽ ടു യു എക്സ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എക്സ് നോട്ട് വൈ നോട്ട്, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ, ഇക്വേഷൻ 2ഉം 3ഉം കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 2 and 3 അല്ലേ, നമുക്ക് എന്ത് എഴുതാം, യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടിയ കേട്ടോ. ഇതെന്ത് വരും, ഇവിടെ വി വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഐ ഇൻറ്റു യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്കിതിന്ന് എന്ത് എഴുതാം, ഇവിടെ ഈ റിയൽ പാർട്ടുകളുണ്ട് അല്ലേ, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വി ഗെറ്റ് എന്ത് വരും, യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വി വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വരും. അതുപോലെ ഇതിന്ന് എന്ത് എഴുതാം, വി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ, അതായത് ഇമാജിനറി പാർട്ട് ഈ ഉള്ള ടേമുകൾ
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം മൈനസ് യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് കോഷി റീമാൻ ഇക്വേഷൻ ആയില്ലേ. അതായത് യു എന്നുള്ള കമ്പോണൻറ്റിൻ്റെ അല്ലേ ഇതന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷ്യബിൾ ആണ് എന്ന് എടുത്തപ്പോൾ ആ ഡിഫറൻഷ്യബിലിറ്റീൻ്റെ കണ്ടീഷനിൽ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഓക്കെ. ആൾസോ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടും കൂടെ എഴുതാറുണ്ടായിരുന്നു അല്ലേ. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ യു എക്സ് ഇത് രണ്ടിൽ ഇതും എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടായിരുന്നു, ഇതും എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്തിനോട് ഈക്വലാന്ന് എഴുതാം, ഇതിനോട് ഈക്വലാന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, വി വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഐ ഇൻറ്റു യു വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയില്ലേ തിയറം. അപ്പോൾ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം എന്തെടുത്തു, എഫ് ഓഫ് സെഡ് എന്നുള്ളത് അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ന് എഴുതി അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് എന്ന് എഴുതി. ദെൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അത് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ആയിരിക്കും. സെഡ് നോട്ടും ഡെൽറ്റ സെറ്റും എഴുതി. അതിനുശേഷം നമ്മൾ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. അത് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ വാല്യൂ അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ദെൻ അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. നമുക്ക് പിന്നെ വേണ്ടത് ഡിഫറൻഷ്യബിൾ ആണെന്ന് എടുത്തു. അങ്ങനെ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് പാത്തിൽ സെയിം ലിമിറ്റ് തന്നെ കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റിയൽ ആക്സിസിലൂടെ പോകുമ്പോൾ ഉള്ള ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് റിയൽ ആക്സിസിലൂടെ ആകുമ്പോൾ ഡെൽറ്റ വൈ 0 ആയിരിക്കും. അപ്പോൾ നമ്മളത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ ഡെൽറ്റ വൈകളൊക്കെ 0 പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അതായത് നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന് ഒരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസിലൂടെ മൂവ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന് മറ്റൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ആ ഇക്വേഷനും അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇനി ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ സെഡ് ഈസ് നോ വേർ ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ സെഡ് എന്നുള്ളത് ഡിഫറൻഷ്യബിൾ അല്ല, എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത്, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ ഓഫ് സെഡ് ആണ് അല്ലേ. നമുക്കറിയാം സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് റിയൽ ഓഫ് സെഡ് എന്ത് എഴുതാം, റിയൽ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് എഴുതാം. ഓക്കെ. ദെൻ നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ല നമുക്ക് പ്രൂവ് ചെയ്യണ്ടല്ലേ. അപ്പോൾ ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ യു ഓഫ് എക്സ് വൈ എന്താണ്, യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടാണ് അല്ലേ. റിയൽ പാർട്ട് പറഞ്ഞാൽ എക്സ് ആണ് നമുക്കറിയാം. ദെൻ ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണ്, വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ വരുന്നത്, ഐ ഉള്ള പാർട്ട് 0 ആണ് അല്ലേ, ഇല്ല, അതുകൊണ്ട് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് റിയൽ പാർട്ട് കിട്ടി ആൻഡ് ഇമാജിനറി പാർട്ട് കിട്ടി. ഇനി കോഷി റീമാൻ ഇക്വേഷൻ എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ കിട്ടണം അല്ലേ. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് കിട്ടണം ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് അല്ലേ. ഇത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് അല്ലേ. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് യു. യു എന്താണ്, എക്സ് അല്ലേ. അതെന്താ വരുന്നത്, 1 ആണ് അല്ലേ. അതുപോലെ എന്ത് വരും, ഡോ വി ബൈ ഡോ വൈ, അതെന്ത് വരും, ഡോ വി ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് വി. വി എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ എന്താ വരിക, 0 എന്നാണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹിയർ ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അല്ലേ. ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ. കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ ഒന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. ഇവിടെ 1 കിട്ടിയത് 0 കിട്ടിയത്, അതായത് ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അല്ലേ. യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സിൻസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു ആൻഡ് വി ഡസ് നോട്ട് സാറ്റിസ്ഫൈസ് ദ കോഷി റീമാൻ ഇക്വേഷൻ, ഹെൻസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ സെഡ് ഈസ് നോ വേർ ഡിഫറൻഷ്യബിൾ അല്ലേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ ഓഫ് സെഡ് ഈസ് no were differentiable. Okay.